യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതേ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എള്ളും കപ്പയാണ്. എറണാകുളംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് തുടങ്ങി വെച്ചേക്കുവാണ്. അതിനുശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒനിയൻ, പിന്നെ ഗാർലിക് ജിഞ്ചർ, പിന്നെ ഗ്രീൻ ചില്ലി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി കപ്പ ദേ ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ദേ ഇതുപോലെ വേവിച്ച് വെക്കും. ഓക്കെ, അപ്പം നമുക്കിത് എല്ലും കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഇതെല്ലാം ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒനിയനെ. ഇനി ബാക്കി അവൾ പറയാം എന്തൊക്കെയാ ചേർക്കുന്നതെന്ന്. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ആവശ്യത്തിന് ഇടാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു 2.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്തോരം ഇറച്ചി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ പൊടികളൊക്കെ മിക്സ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മസാലയും ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് വേണം ഇടാൻ. സോ അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇടുന്നുണ്ട്. ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചില്ലി പൗഡർ. ഓക്കെ, പിന്നെ പോരാനായിട്ട് നമുക്ക് കുറച്ച് എത്ര 2-2.5 സ്പൂണ്. അപ്പോൾ 2-2.5 സ്പൂണ് എന്നിട്ടാണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് അതിലോട്ട് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിന് മൊത്തത്തിന് അതിൽ തട്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി ഒന്ന് നന്നായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഓൾറെഡി ഇറച്ചിയിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഞങ്ങൾ ഉപ്പ് ആഡ് ചെയ്യാത്തത്. സോ ഗൈസ്, അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. നമ്മളിത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ നമ്മുടെ ഇറച്ചി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാൻ പോവാണ്. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടേ. അപ്പം നല്ല കപ്പയാണ് കേട്ടോ, നന്നായിട്ട് വെന്ത കപ്പയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇത് ഇളക്കി എടുക്കണം. നമുക്ക് ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യേണ്ടിയിരുന്നു. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലും കപ്പയും അപ്പം നല്ലോണം ഇളക്കി നാം എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് എടുത്തു കഴിഞ്ഞ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മസാലയും ഉപ്പും ഒക്കെ ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ എല്ലും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവളാണ് കുക്കിംഗ് ഒക്കെ ചെയ്തത്. ഇതാ അപ്പോൾ നമ്മുടെ എല്ലും കപ്പയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ, കുറച്ച് ടേസ്റ്റ് നോക്കാം.
സോ ഗൈസ് സൂപ്പറാണ്. ഇപ്പം കഴിക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കഴിക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.